Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ പഠിച്ചോണ്ടിരുന്നേ? ലാസ്റ്റ് ഭാഗമായില്ലായിരുന്നോ? കംപ്ലീറ്റ് ആയോ അത്? ഇല്ലല്ലോ. Items involved in pilferages എന്ന് പറയത്തേ ഉള്ളൂ. അവിടെ വരെ കഴിഞ്ഞു അല്ലെ? ഓക്കെ. എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു നമ്മുടെ പിൽഫറേജ് അല്ലെങ്കിൽ എന്താണ് മോഷണം അല്ലെങ്കിൽ കളവ് നടക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാ കൂടുതലായിട്ടും? ഏത് ഐറ്റംസ് ഒക്കെയാണ്? ഡ്രഗ്സ്, മെറ്റീരിയൽസ്, ലിനൻ, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ മെറ്റീരിയൽ വെയർ, such as utensils അല്ലെ, പാത്രങ്ങൾ പോലെയുള്ള കാര്യം അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മുടെ മോഷണങ്ങൾ നടത്തുന്ന ഐറ്റംസ് ആണ്. കൂടുതലും ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം പോകുന്ന ഐറ്റംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ അല്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ലാസ്റ്റ് ഭാഗമായി കുറച്ച് ഭാഗങ്ങളുള്ള ഒരു ചാപ്റ്ററിലേക്ക് നോക്കി. ഡിറ്റക്ഷൻ ആക്കുക കേട്ടോ. അവിടെ ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്, ഇവിടെ ഡിറ്റക്ഷൻ ആണ്, നമ്മൾ കണ്ടെത്തുകയാണ്. എങ്ങനെ നമുക്കൊരു പിൽഫറേജ് അല്ലെങ്കിൽ മോഷണം നടക്കുന്ന ഏരിയാസ് കണ്ടെത്താൻ സാധിക്കും അല്ലെ. നോക്കിയേ, 2 പോയിന്റ്സ് പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ ആണ് എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൊട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു വിഭാഗം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സാധാരണ ആവശ്യങ്ങളെക്കാൾ അല്ലെങ്കിൽ സാധാരണ അവരുടെ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ ഡിമാൻഡുകളിലോ ഉണ്ടാവുന്ന വർധനവ്. അബ്രപ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന വർധനവ് എന്നാ പറയുന്നത്. എന്താ ഉദ്ദേശിച്ചത് അവിടെ? ഇപ്പൊ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് സാധാരണഗതിയിൽ നോർമൽ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇന്ന മെറ്റീരിയൽസ് വേണമെന്ന് നമുക്കറിയാം അല്ലെ. അതിന് കൂടുതല് പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ്? കൂടുതൽ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് അവരങ്ങനെ കൂടുതൽ എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് അത് പെട്ടെന്ന് അതിന്റെ ആവശ്യകത ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നു എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അവരതില് വർധനവുണ്ടാക്കിയത്? അവിടെ പ്രത്യേകിച്ച് നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മെറ്റീരിയൽസോ സാധനങ്ങളോ വേണം അല്ലെ. എന്നാൽ അവിടെ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് ഒരു നോർമൽ പ്രവർത്തനം നടത്താൻ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് മതിയാവാതെ അവരെന്ത് ചെയ്യാണ്? പെട്ടെന്ന് അതിന്റെ നമ്പർ വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോടോ അല്ലെങ്കിൽ സ്റ്റോറിനോടൊക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യകത അവര് കൂട്ടി പറയും. അതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ അങ്ങനെ കൂട്ടി പറയുന്ന ഏത് വിഭാഗമാണ്? അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ അവര് കൂടുതൽ ആ സാധനം ആ ഒരു എണ്ണം കൂടുതൽ വർദ്ധിച്ച് പറയാനായിട്ടുള്ള കാര്യം എന്താണ്? അവർക്ക് ആ ഒരു ഉപയോഗം, കൂടുതൽ വാങ്ങുന്ന സാധനങ്ങൾ അത് ഉപയോഗിക്കാനായിരിക്കണമല്ലോ. അപ്പൊ അവര് എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. പിൽഫറേജ് അല്ലെങ്കിൽ കളവുകളോ മോഷണങ്ങളോ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. ക്ലിയർ ആയോ അത്? ഫസ്റ്റ് വൺ എന്താണ്? എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൊട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്സ്, അവരുടെ സാധാരണ ആവശ്യങ്ങളിലോ ഡിമാൻഡുകളിലോ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള വർധനവ്. അവര് നോർമൽ ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് ഇത്ര മെറ്റീരിയൽസ് വേണം എന്നറിയാം അല്ലെ. അതിൽ കൂടുതൽ അവരെന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു. അതൊരു പെട്ടെന്നാണ് അത് ആവശ്യപ്പെടുന്നത്. അപ്പൊ എന്തിനാണ് ആ അത്രയും കൂടുതൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സാധനങ്ങള് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തിനാണ് ഇപ്പോൾ നിലവിൽ എന്ത് കാര്യത്തിനാണ് അവരത് വാങ്ങിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. ആരന്വേഷിക്കണം? ആ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട വിഭാഗം അന്വേഷിക്കുകയും അതുവഴി ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കളവുകൾ അല്ലെങ്കിൽ മോഷണങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഓക്കെ ആണോ? ഓക്കെ. Then second one ആണ് any unreasonable expenditure of any section when compared to previous period. എന്താ? മുൻ കാലയളവിനെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെ, മുൻപ് അവരുടെ ചിലവ് എങ്ങനെയായിരുന്നു, ഇപ്പോ അവരുടെ ചിലവ് എങ്ങനെയാണ്, അതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം? അവിടെ കമ്പയർ ചെയ്യണം.
താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോ ഇവർക്ക് മനസ്സിലാവുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും അൺറീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യുക്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പ്രത്യേകം ഒരു കാരണമില്ലാതെ ഒരു ചിലവ് അവർക്ക് കൂടുന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ അതൊരു പ്രത്യേക കാരണമുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു കാരണത്തിന് വേണ്ടിയാണ് അവർ ഇത്രയും തുക ചിലവാക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തതെന്ന് മനസ്സിലാക്കാം അല്ലെ. അതേസമയം അവിടെ ഒരു അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ആണ്, അവിടെ ഒരു കാരണമില്ലാതെയാണ് അവിടെ ചിലവ് നടക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, മുൻകാലയളവില് അവർ ചിലവാക്കിയ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചിലവ് എത്രത്തോളം അവർക്ക് വന്നിട്ടുണ്ട് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കാൻ, ഇപ്പൊ എത്രത്തോളം അവർക്ക് ചിലവ് വരുന്നുണ്ട്, കാരണമില്ലാതെ എത്രത്തോളം ചിലവ് അവർക്ക് കൂടുതൽ വരുന്നുണ്ട് എന്നതിനെ കമ്പയർ ചെയ്ത് നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ എന്തെങ്കിലും മോഷണമോ കളവോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ, any unreasonable expenditure of any section when compared to previous period. മുൻകാലയളവിൽ അവർ ചിലവാക്കിയിരുന്ന തുകയും ഇപ്പോ അവരുടെ ചിലവാകുന്ന തുകയും അതപ്പോ എന്താണ്, രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്തുകൊണ്ട് അവിടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രാവശ്യം ഇവിടെ ചെലവ് വന്നത് അല്ലെ, അതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ ചിലപ്പോ എന്താണ്, ശരിയായ ഒരു റീസൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കാരണമില്ലാത്തൊരു ചിലവായിരിക്കാം അവിടെ കൂടുതൽ അവർ കാണിക്കുന്നത്. പ്രത്യേക കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താ മുൻകാലയളവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ അവർക്ക് ചിലവ് കൂടുതലാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ എന്തെങ്കിലും മോഷണങ്ങളോ കളവുകളോ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് രണ്ട് ഈ കാര്യങ്ങൾ ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഡ്രഗ് സ്റ്റോഴ്സ്. എന്താ ഏരിയാസ് ഓഫ് പിൽഫറേജ് അല്ലെ. ഇനി പിൽഫറേജ് അല്ലെങ്കിൽ മോഷണം അല്ലെങ്കിൽ കളവുകളൊക്കെ നടക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ പറയാം അല്ലെ, നമുക്കറിയാവുന്നതാണ് കിച്ചൺ ഏരിയ അല്ലെ. എന്താണ് കിച്ചൺ ഏരിയയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ മോഷണം പോവാം? റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ് അല്ലെ, പാചകത്തിന് മുൻപ് അല്ലെ, പാചകത്തിന് മുൻപ് അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിന് മുൻപുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അല്ലെ. നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ അല്ലെ, അതിൽ നിന്ന് മോഷണം പോവാം അല്ലെ. ആൻഡ് കുക്ക്ഡ് ഫുഡ്, പാചകം ചെയ്ത ഭക്ഷണം അല്ലെ, പാചകം ചെയ്യുന്നതിന് മുൻപ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങളിൽ നിന്ന് മോഷണം പോവാം. ഇനി പാചകം ചെയ്തതിന് ശേഷം അല്ലെ, കുക്കായിട്ടുള്ള ഭക്ഷണം എന്ത് ചെയ്യാം? മോഷണം പോവാം. ആൻഡ് ഫുഡ് മെറ്റീരിയൽസ് ലോസ്റ്റ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്. ഇനി എന്താ, അടുക്കളയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞില്ലേ ഇൻപേഷ്യൻസിനൊക്കെ എന്താണ് നമ്മള് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അല്ലെ, ഡയറ്ററി വിഭാഗവുമായി ബന്ധപ്പെട്ട് കൊടുക്കാറില്ലേ നമ്മള് വാർഡിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ സ്റ്റേ ചെയ്ത് അല്ലെ, എന്താണ് ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് നമ്മൾ പഠിച്ചതല്ലേ, ആണോ? പഠിച്ചതാണോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോ അതായത് അവിടെ കിച്ചണിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്, ആ കുക്ക്ഡ് ഫുഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ കിച്ചണിൽ നിന്ന് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമുകളിലേക്കോ കൊണ്ടുപോകുന്നതിന്റെ മധ്യേ അല്ലെ, കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോ എന്ത് ചെയ്യാം, അതിൽ നിന്ന് സാധനങ്ങൾ പലതും മോഷണം വന്നേക്കാം. ക്ലിയർ ആയോ? അപ്പൊ ഒരു കിച്ചൺ ഏരിയയിൽ നിന്ന് 3 വിധത്തിലാണ് അവിടെ മോഷണം അല്ലെങ്കിൽ പിൽഫറേജ് നടക്കുന്നത്. ഒന്നാമത്തത് പാചകം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ സാധനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം, മോഷണം പോവാം. രണ്ടാമത്തെ കാര്യം കുക്ക്ഡ് ഫുഡാണ്. എന്താ, പാചകം ചെയ്ത ഭക്ഷണങ്ങളിൽ നിന്ന് മോഷണം പോവാം. മൂന്നാമതായിട്ട് ഫുഡ് മെറ്റീരിയൽസ് ലോസ്റ്റ് വെൻ ട്രാൻസ്പോർട്ട് ഫ്രം കിച്ചൺ ടു വാർഡ്, അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമുകളിലേക്കോ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അല്ലെ, അവിടെ വെച്ചും എന്ത് ചെയ്യാം, മോഷണം, ഭക്ഷണങ്ങൾ മോഷണം പോവാം. ക്ലിയർ ആണോ ആ ഒരു ഭാഗം? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡ്രഗ് സ്റ്റോഴ്സ്. ഇനി എന്താ ഡ്രഗ് സ്റ്റോഴ്സ്? ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ഹെഡിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ജനറൽ ആയിട്ട് നമ്മുടെ ആ ഭാഗത്തു നിന്നെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗുകൾ മോഷണം പോകുന്നുണ്ട്. നോക്കിയേ, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ് അല്ലെ, കാഷ്വാലിറ്റി എമർജൻസി സർവീസുകൾ മുതലായ ഇടങ്ങളിൽ നിന്ന് ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് എന്ത് ചെയ്യാം, മോഷണം പോവാം അല്ലെ.
Then next എന്താ areas handling serious and critical activities. വളരെ ഗുരുതരമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയകള്. മെറ്റേണിറ്റി വാർഡ് അല്ലെ, മെറ്റേണിറ്റി വാർഡിൽ നിന്ന് സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്, എന്താ എന്താണ് ശിശുക്കളെ അല്ലെ, നമ്മുടെ കുട്ടികളെ നവജാത ശിശുക്കളെ എന്ത് ചെയ്യാം, മോഷണം പോവാൻ സാധ്യതയില്ലേ മെറ്റേണിറ്റി വാർഡിൽ നിന്ന്. കേട്ടിട്ടില്ലേ നിങ്ങള്? നവജാത ശിശുക്കളെ ന്യൂ ബോൺ ബേബീസിനൊക്കെ എന്ത് ചെയ്യുന്നു, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അല്ലെ. നെക്സ്റ്റ് എന്താ ലേബർ റൂംസ്, ICCU. ICCU എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്താ കാർഡിയാക് അറസ്റ്റ് മുതലായ രോഗങ്ങളുള്ള പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ICU ആണ് ICCU, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോർച്ചറി. ഈ ഭാഗത്ത് നിന്ന് മോർച്ചറിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. മോർച്ചറിയിൽ നിന്ന് എന്തൊക്കെയാ മോഷണം പോവാം? മോർച്ചറി നമ്മൾ പഠിച്ചതല്ലേ? എന്തൊക്കെ മോഷണം പോവാം? എന്തൊക്കെയാ മോഷണം പോവാൻ പറ്റുന്നത് മോർച്ചറിയിൽ നിന്ന്? ഒന്ന് പറഞ്ഞേ, മോർച്ചറിയിൽ നിന്ന് എന്തൊക്കെ മോഷണം പോവാം? ഒന്ന് പറഞ്ഞേ, മോർച്ചറിയിൽ നിന്ന് എന്തൊക്കെ മോഷണം പോവാം? എന്താണ് ഒരു റെസ്പോണ്ട് ചെയ്യാത്തെ? മോർച്ചറി പഠിച്ചതല്ലേ നമ്മള്? മോർച്ചറിയിൽ നിന്നൊന്നും ഡെഡ് ബോഡീസ് മോഷണം പോവില്ലേ? ഡെഡ് ബോഡീസ് അല്ലെ. കാരണം എന്താ, നമ്മൾ പറഞ്ഞിരുന്നു അന്ന് തന്നെ, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യാം, ആ ഡെഡ് ബോഡീസ് ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവാം അല്ലെ. അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, മറ്റു സാധനങ്ങളൊക്കെ മോഷണം പോവാലോ അല്ലെ. അവരുടെ ജീവനക്കാരെടുത്ത് കൊണ്ടുപോകാൻ പാടില്ലേ? അപ്പൊ അതൊക്കെ അവിടെ അതുപോലെ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ മോഷണങ്ങൾ. ഒരുപാട് വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും എന്താ, അവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ പലതരത്തിലുള്ള മോഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ദെൻ കാർഡിയോതൊറാസിക് യൂണിറ്റ്, ചെറിയ ചെറിയ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാ, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സോ കാര്യങ്ങളോ ഹാൻഡി ആയിട്ടുള്ള ഉപകരണങ്ങളോ മറ്റു ജനറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മോഷണം പോകാൻ പറ്റും അല്ലെ. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകള്, ആക്സിഡന്റ് യൂണിറ്റുകള്, പീഡിയാട്രിക് യൂണിറ്റ്, ദെൻ ഓപ്പറേഷൻ തിയേറ്റർ മുതലായ ഇടങ്ങളിൽ നിന്നെല്ലാം ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് മോഷണം പോവാറുണ്ട്. സ്റ്റീൽ ലൈക്ക് ബ്ലേഡ് ആവാം, ഡ്രഗ്സ് മരുന്നുകളാവാം, ഗ്ലൗസ് ആവാം, നീഡിൽസ് ആവാം മുതലായ ചെറിയ ചെറിയ സാധനങ്ങൾ അല്ലെ. ചെറുതാണെങ്കിലും എന്താ, ഓരോ ഭാഗത്തു നിന്നും കുറച്ചാണെങ്കിലും അത് ഒരുമിച്ച് വരുമ്പോൾ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആവുക അല്ലെ. കുറച്ചാണെങ്കിലും ഇതുപോലെയുള്ള മോഷണങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. ദെൻ വാർഡ്സ് ആൻഡ് സെക്ഷൻസ്, വാർഡ് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് എന്താ പോവാറ്, ലിനൻസ് അല്ലെ, തുണിത്തരങ്ങള് വസ്ത്രങ്ങള് പോവാറുണ്ട്. സോപ്പ്, ടോർച്ച് മുതലായവ മോഷണം പോവാറുണ്ട്. ആൻഡ് വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ് വിങ്, നമ്മുടെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ് വിങ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പണം മോഷണം പോവാം. ആൻഡ് മെറ്റീരിയൽസ്, പല സാധനങ്ങളും മോഷണം പോയേക്കാം. ആൻഡ് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ടാണെങ്കിലോ പെട്രോള്, ഓയില് മുതലായ സാധനങ്ങൾ ചിലപ്പോ മോഷണം പോയേക്കാം. ആൻഡ് ജനറൽ സ്റ്റോഴ്സിൽ നിന്ന് പേപ്പർ, ബുക്സ്, കവർ മുതലായ ഒരുപാട് സാധനങ്ങൾ എന്താ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളിൽ മോഷണം പോവാവുന്ന ഏരിയകളാണ്. ക്ലിയർ ആണോ? അത് ഏരിയാസ് ഓഫ് പിൽഫറേജ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റെമഡിയൽ മെഷേഴ്സ്. ഇനി എന്തൊക്കെയാണ് പരിഹാര നടപടികൾ അല്ലെ. ഈ പറയുന്ന പിൽഫറേജ് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ പരിഹാര നടപടികൾ ചെയ്യാം? ഫസ്റ്റ് വൺ നോക്കിയേ, എ തറോ സ്റ്റഡി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. എന്താണ് ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ? പഴുതുകൾ അല്ലെ. പഴുതുകൾ കണ്ടെത്തുക. അതിനെന്ത് വേണം? ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ സമഗ്രമായി പഠിക്കണം അല്ലെ. സമഗ്രമായി അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ സാധനങ്ങളാണ് അവർക്ക് ആവശ്യമായി വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി സമഗ്രമായ ഒരു പഠനം ആവശ്യമാണ് അല്ലെ. അതുവഴി എന്ത് ചെയ്യണം, അവിടുത്തെ ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പഴുതുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. ചിലപ്പോ അവിടെ ഒരു മോഷണം നടക്കാനായിട്ട് ചിലപ്പോ അധികം സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെ. സ്റ്റാഫുകളുടെ അഭാവമാകുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ടാവാം മോഷണം നടക്കുന്നത്. അല്ലെങ്കിലോ ശരിയായ രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെ. CCTV മുതലായവ
എന്തെങ്കിലും മോഷണം നടക്കോ? ഇല്ല. അപ്പൊ അവിടെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെ? അല്ലെങ്കിലോ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാവാം, അല്ലെ? അപ്പൊ അങ്ങനെ ഏത് വഴിയാണ്, ഏത് പഴുതിലൂടെയാണ് അവിടെ അങ്ങനെ ഒരു മോഷണം നടക്കുന്നത് എന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ കൃത്യമായി ഓരോ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങള് വളരെ സമഗ്രമായി പഠനം നടത്തുകയും ചെയ്യുക. രണ്ടാമതായിട്ട് ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. എന്താണ്? നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുക, അല്ലെ? നല്ല രീതിയിൽ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം എന്ത് ചെയ്യുക? ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുക. മൂന്നാമതായി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും വാർഡുകളുടെയും ആവശ്യകതകൾ എന്ത് ചെയ്യുക? അത് നിലവാരം, ആ ഒരു ആവശ്യകതയുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ ആവശ്യകത എന്താണോ അവർക്ക് ആവശ്യമുള്ളവ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെ? അവര് ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്? അവരുടെ ആവശ്യം ന്യായമായതാണോ, അല്ലെ? ന്യായമായ ഒരു ആവശ്യമാണോ അവർ ചോദിക്കുന്നത്? അവർക്ക് ഇന്ന സാധനങ്ങൾ കൊടുത്തിട്ട് അത് കഴിയാറായിട്ടുണ്ടാവുമോ? എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഈ ഒരു സാധനത്തിന് ആവശ്യകത അവർക്ക് ഉണ്ടായത് എന്ന മറിച്ചുള്ള എല്ലാ റീസൺസും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് സാധനം സപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ സാധനവും എത്തിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആവാം അല്ലെങ്കിൽ വാർഡുകളുടെ ആവാം അവരുടെ ആവശ്യകതകളുടെ നിലവാരം എന്താണ്, അവർക്ക് ഇപ്പോ ആ ഒരു വസ്തുവിനുള്ള ആവശ്യകത എന്താണ്, എത്രത്തോളം ഡിമാൻഡ് അതിനുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായ അളവിലുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഓവർ സ്റ്റോക്കി കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് കൂടുതൽ കാണുമ്പോൾ എന്ത് ചെയ്യുന്നത്? മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് തോന്നുന്നത്, അല്ലെ? ഒരുപാട് സാധനം ഇരിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പോയാലും അറിയില്ല എന്ന് വിചാരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക. Then increase the number of security personnel, അല്ലെ? അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നമ്പർ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കുക, അല്ലെ? ഒന്നോ രണ്ടോ പേരെ അല്ല, കുറച്ചധികം പേരെ എന്ത് ചെയ്യുക? സെക്യൂരിറ്റി സ്റ്റാഫുകളായിട്ട് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുക. Then round the clock handling of costly drugs by senior officials. അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കണം വളരെ കോസ്റ്റ്ലി ഡ്രഗ്സ്, വില കൂടിയ മരുന്നുകള് സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു അനുവാദം കൊടുക്കേണ്ടത്. ആർക്കായിരിക്കണം? സീനിയർ ഓഫീഷ്യൽസ്, മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ടാവുക, സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥര്, അവർക്കായിരിക്കണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളും ഡ്രഗ്സും ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം? വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ വളരെ എന്താണ് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധ, വിലപിടിപ്പുള്ള സാധനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യാം? അവര് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള, മോഷണം ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് കൂടുതലല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? അത് സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യേണ്ടതും അവർക്ക് മാത്രമായിരിക്കണം അതിനുള്ള അധികാരം നൽകേണ്ടത്. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻറ്റൻസ് ഉള്ളി. അതുപോലെ ഈ പറയുന്ന വിലപിടിപ്പുള്ള കോസ്റ്റ്ലി മരുന്നുകള് വിതരണം ചെയ്യേണ്ടത് എപ്പോൾ മാത്രമാണ്? പ്രത്യേക ഇന്റന്റുകൾ അല്ലെങ്കിൽ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ അത് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് വണ്ണാണ് സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റൊട്ടീൻ ഓഡിറ്റ്. ഇനി എന്താ? സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുക. നമ്മൾ മുൻപേ പറഞ്ഞ എന്താ വെച്ചാ ആ കളവ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യും? അവിടെ ആ കൊണ്ടുപോയിരിക്കുന്ന സാധനങ്ങൾക്ക് പകരം സാധനം വെച്ച് അവിടെ എന്ത് ചെയ്യുന്നു? ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും, അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശോധനകളൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് സ്റ്റോക്ക് ലെവലിൽ കുറവുള്ളത്, എന്തൊക്കെയാണ് അവിടെ അവർ ഉപയോഗിക്കാതിരുന്നിട്ട് പോലും അവിടെ സ്റ്റോക്കിൽ കാണാത്തത് ഏതൊക്കെ സാധനങ്ങളാണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അവിടെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ? പെട്ടെന്ന് അവിടെ എന്തൊക്കെ എന്താണ് കളവുകളാണ്, കാര്യങ്ങളാണ് നടക്കുന്നത് മനസ്സിലാവുകയും ചെയ്യും, അല്ലെ? റൊട്ടീൻ ഓഡിറ്റ് എന്താ? വളരെ പതിവായ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുക. അതിപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, സ്റ്റോറുമായി ബന്ധപ്പെട്ട്, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട്, അല്ലെ? ആ സ്റ്റോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, എല്ലാമായി ബന്ധപ്പെട്ട് പതിവായ ഓഡിറ്റിങ്ങുകൾ നടത്തുക. ഇങ്ങനെയുള്ള സർപ്രൈസ് വെരിഫിക്കേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുക. അപ്പൊ റെമഡിയൽ മെഷേഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റ്
മാനേജറിന് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ചും കൃത്യമായ സമഗ്രമായ പഠനം നടത്തുകയും അവിടുത്തെ ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പഴുതുകൾ എന്തൊക്കെയാണ്, മോഷണം നടത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു വഴികളൊക്കെ അല്ലെങ്കിൽ ആ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ മോഷണം വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അല്ലെ. രണ്ടാമതായിട്ട് ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നിരീക്ഷണം അല്ലെ, ആ ഒരു നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുക. മൂന്നാമതായി എന്താ പറഞ്ഞേ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും വാർഡുകളുടെയും ആവശ്യകതകൾ എന്താണ് അത് മനസ്സിലാക്കി അതിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമാണെങ്കിൽ മാത്രം സാധനങ്ങൾ വിതരണം ചെയ്യുക. വിതരണം ചെയ്യുമ്പോഴും ഒരു ഓവർ സ്റ്റോക്കിംഗ് കൊടുക്കാതെ മിതമായ അളവില് ആവശ്യത്തിന് ഉപയോഗിക്കാൻ മാത്രമുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. Then increase the number of security personnel അല്ലെ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നമ്പർ എന്ത് ചെയ്യുക, ആ ഹോസ്പിറ്റലിൽ വർദ്ധിപ്പിക്കുക. Then round the clock handling of costly drugs by senior officials. മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, കോസ്റ്റ്ലി ഡ്രഗ്സ് അല്ലെ, വില കൂടിയ മരുന്നുകള് അവരുടെ കയ്യിലായിരിക്കണം. കൃത്യമായിട്ട് എന്താണ് മുഴുവൻ സമയവും അവരായിരിക്കണം അത് സൂക്ഷിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി. പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ അവർ ഈ പറയുന്ന മരുന്നുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് പറഞ്ഞ എന്താണ്, സർപ്രൈസ് വെരിഫിക്കേഷൻസ് അല്ലെ, സർപ്രൈസ് ആയിട്ട് പരിശോധനകൾ നടത്തുകയും പതിവായി ഓഡിറ്റുകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള പിൽഫറേജ് അല്ലെങ്കിൽ മോഷണങ്ങൾ അല്ലെങ്കിൽ കളവുകള് തടയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഇത്രയും എടുത്തതില്? എടുത്ത ഭാഗത്ത് ഇത്രയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഒന്ന് നോക്കി നിങ്ങൾ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ 48 ആയിരിക്കും നമ്പർ കിടക്കുക ആണോ? നിങ്ങൾക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ പേപ്പർ വൈസ് ആയിട്ട് ചാപ്റ്റേഴ്സ് തിരിച്ചു തന്നിരുന്നോ? 4 പേപ്പേഴ്സ് ആയിട്ട് തിരിച്ചു തന്നിരുന്നോ ചാപ്റ്റേഴ്സ്? ഇല്ല, തന്നിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ 48 എന്നാണോ കിടക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ്? 48. ഓക്കെ ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നാബ് പഠിച്ചതല്ലേ നിങ്ങള്? അശ്വതി മാം എടുത്തില്ലേ നാബ്? എടുത്തു. ഓക്കെ, ഈ ഒരു ചാപ്റ്ററുമായി കണക്ട് ചെയ്ത് നമുക്ക് രണ്ട് ചാപ്റ്ററും കുറച്ച് റിലേറ്റഡ് ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയില്ല. ഓക്കെ, അപ്പൊ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ആദ്യം പഠിക്കാൻ പോകുന്നത്? എന്താണ് ഒരു ക്വാളിറ്റി അല്ലെ? എന്താണ് ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നേടുമ്പോ അത് നല്ല ക്വാളിറ്റി ആണെന്ന് നിങ്ങൾ പറയാനുള്ള ഒരു കാരണം എന്തായിരിക്കും? എന്ത് കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ആണത് എന്ന് പറയുന്നത്? നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടായിരിക്കാം? പല കാരണങ്ങൾ ഉണ്ടാവില്ലേ? എന്തൊക്കെയായിരിക്കും റീസൺസ് എന്ന് പറഞ്ഞേ? അത് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാവാം. ശരിയാണ്, നമുക്ക് നമ്മൾ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമായതുകൊണ്ടാവാം. അതെ,
നല്ലൊരു യൂസ്ഫുൾ ആവുമ്പോഴാണ് ഇനി അതിന്റെ പല ക്വാളിറ്റി അല്ലെങ്കിൽ പല സവിശേഷതകൾ കൊണ്ടല്ലേ നമ്മൾ അത് പറയുന്നത്, അല്ലെ? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് പറയാം. ശരിയാണ്. അതെ, എത്ര നാള് നിലനിൽക്കും, അല്ലെ? ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ടാവാം. അതെ, നമ്മുടെ വില, അല്ലെ, നമ്മുടെ വില നമുക്ക് താങ്ങാവുന്ന ഒരു പ്രൈസ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് നല്ല മൂല്യമുള്ളത് കൊണ്ടാവാം, അല്ലെ? അങ്ങനെ പലർക്കും പല ഒപ്പീനിയൻസ് ആണ് ഒരു ക്വാളിറ്റിയെ സംബന്ധിച്ച്, അല്ലെ? എപ്പോഴും നമുക്ക് എല്ലാവർക്കും അത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വ്യൂ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വാളിറ്റിയെ നമുക്ക് വിലയിരുത്താൻ പറ്റും, അല്ലെ? അപ്പൊ ഇവിടെ ക്വാളിറ്റി എന്താണ്, വാട്ട് ഈസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നോക്കി, ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താ? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഗുണനിലവാരം, അല്ലെ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതാണ് എന്നതിനനുസരിച്ചല്ലേ നമ്മൾ നല്ല ക്വാളിറ്റി ആണെന്ന് പറയുന്നേ, അല്ലെ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു, ആ സാധനം അത്ര നല്ലതല്ലെങ്കിൽ നമ്മൾ പറയോ നല്ല ക്വാളിറ്റി ആണെന്ന്? പറയില്ല, അല്ലെ? അതേസമയം നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു സാധനം വാങ്ങുമ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം, അതൊരു സർവീസ് ആവാം, ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആവാം, അത് വാങ്ങുമ്പോൾ അത് എത്രത്തോളം നല്ലതാണ് എന്നതിനനുസരിച്ചാണ് നമ്മൾ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്, അല്ലെ? Then second point നോക്കി, this can be a service, example canteen service, or a product, example wristwatch. ഇത് ചിലപ്പോ ഒരു സർവീസ് ആവാം, അല്ലെ? ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോ ഒരു സർവീസ് ആവാലോ, അല്ലെ? ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാൻറ്റീൻ സർവീസ് ആണ്. നമ്മളൊരു ക്യാൻറ്റീനിൽ പോയി നല്ല ഭക്ഷണങ്ങൾ, നമ്മളൊരു ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പറയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആയിരുന്നു അവർ തന്നിരുന്നത്, അല്ലെങ്കിൽ ആ ക്യാൻറ്റീൻ സർവീസ് നടത്തുന്നവർ നല്ല ക്വാളിറ്റിയിലാണ് അവർ നടത്തുന്നത് എന്ന് പറയുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാവാം? എന്തൊക്കെ കൊണ്ടാവാം നമ്മൾ ആ ഒരു ക്യാൻറ്റീനെ കുറിച്ച് നല്ല ക്വാളിറ്റി സർവീസ് ആണ് അവർ തരുന്നേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം? എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെ നല്ല ക്വാളിറ്റി ആണെന്ന് പറയാറ്? ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഫുഡ് ആയതുകൊണ്ടാവാം, അല്ലെ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭക്ഷണമായതുകൊണ്ടാവാം. അതുപോലെ ആ ക്യാൻറ്റീൻ ചിലപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ടാവും, അല്ലെ? അവരുടെ സർവീസ് അല്ലെങ്കിൽ അവർ നമ്മളോട് ചെയ്യുന്ന ബിഹേവിയർ, സർവീസ് മുതലായവയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാവും, അല്ലെ? അങ്ങനെ പല റീസൺ നമുക്ക് ആ ഒരു നല്ല ക്വാണ്ടിറ്റിയില് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള വിലയില് നമുക്ക് ചിലപ്പോ ഭക്ഷണം അവർ തരുന്നത് കൊണ്ടാവാം, അല്ലെ? അപ്പൊ നമ്മൾ പറയും നല്ലൊരു സർവീസ് ആണ് അവര് തന്നത് എന്ന് പറയൂലേ? അതുപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാല് അതിപ്പോ ഒരു റിസ്റ്റ് വാച്ച് ആവാം. ആ ഒരു വാച്ചിന് ഒരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇത് എന്തൊരു സാധനം വാങ്ങിയാലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് അല്ലെങ്കിൽ നല്ലൊരു സാധനമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് എന്താ പറയാ? നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആണത് എന്ന് പറയാറുണ്ട്, അല്ലെ? Then a person's judgment about a service or product relies on what he hopes for it or from it. ഇനി ഒരു വ്യക്തി ഈ പറയുന്ന സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്, അല്ലെ? അതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അല്ലെ? അവരെ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും ആ ഒരു വ്യക്തി അതിനെ വിലയിരുത്തുന്നത്, അല്ലെ? നമ്മൾ ഒരു സാധനം വാങ്ങി, നമ്മളൊരു ഓൺലൈൻ ഓർഡർ ചെയ്ത് ഒരു സാധനം നമ്മൾ വരുത്തിച്ചു, ഒരു പ്രൊഡക്റ്റ്, ഒരു ഡ്രസ്സ് ആവാം, എന്തെങ്കിലും ഒരു സാധനം, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ആ ഡ്രസ്സ് വാങ്ങിച്ചപ്പോ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ വെച്ചല്ലേ നമ്മൾ ആ സാധനം ഓർഡർ ചെയ്യുന്നത്, അല്ലെ? ആ സാധനം വന്നു കഴിഞ്ഞ് കഴിയുമ്പോ ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല നിറം, കളറുള്ള ഡ്രസ്സാണ്, നല്ല നല്ല മെറ്റീരിയൽ ആണ്, നല്ല വർക്കാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിലയിരുത്തുക? നല്ല ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി എന്നാണ് വിലയിരുത്തുക, അല്ലെ? അതേസമയം നമ്മൾ പ്രതീക്ഷിച്ച കാര്യം എന്താണോ, നമ്മൾ എന്താണോ ആ പ്രൊഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് നമുക്ക് നേടാൻ പറ്റി,
അല്ലെ? അതിലും മികച്ചതാണ് നമുക്ക് കിട്ടിയത് അല്ലെ? അപ്പൊ അതുകൊണ്ടല്ലേ നമ്മൾ അതിനെ നല്ല രീതിയിൽ വിലയിരുത്തിയത്. അതൊരു നല്ല വിലയിരുത്തൽ, നല്ല ക്വാളിറ്റി ആണ് നമ്മൾ ജഡ്ജ് ചെയ്തത്. അതുകൊണ്ടല്ലേ? അതേസമയം നമുക്ക് ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നല്ലതല്ലായിരുന്നു, നല്ല ക്വാളിറ്റി, നല്ല രീതിയിലുള്ള നല്ല മെറ്റീരിയൽ അല്ലായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച കളർ അല്ലായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച ഒരു മെറ്റീരിയലോ മറ്റു രീതിയിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല അതെങ്കില് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ വിലയിരുത്തുക? നല്ല വെരി ഗുഡ്, ബാഡ് ക്വാളിറ്റി എന്നാണ് നമ്മൾ വിലയിരുത്തുക അല്ലെ? അപ്പൊ ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിൽ നിന്ന് ഓരോ വ്യക്തിയും എന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെ, നമ്മൾ എന്താണോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. ക്ലിയർ ആണോ? അത് അത്രയും ഭാഗം ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. സം ഓഫ് ദി വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റി ആർ. ഇനി ഇതിന് താഴെ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റിയെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ്. ഈ ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കി, നിങ്ങൾ പറഞ്ഞു അല്ലെ, ചോദിച്ചില്ലേ എന്താണ് ഒരു ക്വാളിറ്റി എന്ന് ചോദിച്ചു. കാരണം നിങ്ങൾ ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ സവിശേഷതകൾ ചോദിച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? പലരും പല ആൻസർ അല്ലേ പറഞ്ഞത് അല്ലെ? അത് അവരുടേതായ വ്യൂ പോയിന്റിൽ നിന്നാണ് പറഞ്ഞത് അല്ലെ? ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടോ നോക്കിയേ. ചിലർക്ക് ആ ഒരു പ്രൊഡക്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് കൊണ്ടാവാം അല്ലെ? മനോഹരമോ അല്ലെങ്കിൽ ആകർഷിക്കുന്നതോ ആയതുകൊണ്ടാവാം അല്ലെ? ആകർഷകമോ ആയതുകൊണ്ടാവാം. ഡ്യൂറബിൾ അല്ലെ? നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ടാവാം ഇല്ലേ? നമുക്കപ്പോ നല്ലൊരു ക്വാളിറ്റി ആണെന്ന് പറയുന്നത് അതുകൊണ്ടാവാം അല്ലെ? മൂന്നാമതായി മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാവാം. ഹെൽത്തി അല്ലെ? ആരോഗ്യമുള്ളത് കൊണ്ടാവാം. ലാസ്റ്റ് പറഞ്ഞ വാല്യൂ ഫോർ മണി, ആ പണത്തിനുള്ള മൂല്യമുള്ളത് കൊണ്ടാവാം. അപ്പൊ ഈ പറയുന്ന വേർഡ്സ് എല്ലാം നമുക്ക് ക്വാളിറ്റിയുടെ സവിശേഷതകളായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് അല്ലെ? നിങ്ങൾ ഓരോരുത്തരും എന്താണ് ക്വാളിറ്റി എന്ന് മിസ് ചോദിച്ചപ്പോ ഇതിൽ പല ആൻസേഴ്സുമാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ? അത് ഓരോരുത്തരുടെയും വ്യൂ പോയിന്റില് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ചിലപ്പോ അതായിരിക്കും നിങ്ങളുടെ കണ്ണിൽ കണ്ടിരിക്കുന്ന നല്ലൊരു ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ചിലർ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം അതുള്ളത് കൊണ്ട് നല്ല ക്വാളിറ്റി എന്ന് പറയാറുണ്ട്. ചിലരെന്താ ഉദ്ദേശിക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ നല്ല ആകർഷണീയമായത് കൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറയും. ചിലരെന്താ നോക്കുക, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ ക്വാളിറ്റിയെ ഈ പറയുന്ന വേർഡ്സ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ വിശദീകരിക്കാൻ കഴിയുന്നു. ക്ലിയർ ആണോ? അത് ആ ഭാഗം ഓക്കെ ആണോ? Okay. Then, though different words are used to describe quality, we would describe it as the extent to which a product or service contains a person or a group, that is, how much satisfaction the person receives from the service. ഇനി എന്താ, ഇങ്ങനെ പല വേർഡ്സ് ഉപയോഗിച്ചും നമുക്ക് ക്വാളിറ്റിയെ വിശദീകരിക്കാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ we should describe it as the extent to which a product or service contains a person or group. ഇനി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തിന്റെ ബേസിസിലാണ് അതിനെ വിശദീകരിക്കുന്നത്? That is, how much satisfaction the person receive from the service. അല്ലെ? ആ ഒരു സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിന്ന് അവർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ലഭിക്കുന്നു എന്നതിനനുസരിച്ചാണ് അവരതിനെ വിശദീകരിക്കുന്നത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, അവരെന്താണോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിച്ച സാധനം നമുക്ക് കിട്ടിയാൽ എന്താണ്, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയി അല്ലെ, സംതൃപ്തരായി. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഹോസ്പിറ്റല് നല്ലൊരു സർവീസ് നമുക്ക് തരുന്നു, നല്ല രീതിയിലുള്ള കെയർ തരുന്നു, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ തരുന്നു, നല്ല രീതിയിൽ അവരുടെ സ്റ്റാഫുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തായി, അവര് നല്ലൊരു സർവീസ് തന്നപ്പോ നമ്മൾ അതിൽ എന്തായി, സാറ്റിസ്ഫൈഡ് ആയി അല്ലെ, സംതൃപ്തരായി. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ആ ഒരു ഹോസ്പിറ്റലിനെ തന്നെ ആശ്രയിക്കുകയും ആ ഹോസ്പിറ്റൽ ആ സർവീസിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തും,
നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണെന്ന് വിലയിരുത്തും അല്ലെ. അപ്പൊ അത് എപ്പോഴും എങ്ങനെയാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? എപ്പോഴും അവർക്ക് എങ്ങനെയായിരിക്കണം ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ നിന്ന് അവർ സംതൃപ്തരാവുന്നത് എപ്പോഴാണോ അല്ലെ, അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എപ്പോഴാണോ അവര് ലഭിക്കുന്നത്, അപ്പോഴാണ് അവര് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണെന്ന് അവരതിനെ വിലയിരുത്തുന്നത്. ക്ലിയർ ആണോ? എപ്പോഴും എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്, അതേ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടണം. സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയും ആ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഓക്കെ, അത്രയും ആ ഫസ്റ്റ് പാരഗ്രാഫ് ആ ഒരു ഭാഗം ഓക്കെ അല്ലേ? വാട്ട് ഈസ് ക്വാളിറ്റി? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താന്ന് കേട്ടാ. നോക്കി നെക്സ്റ്റ്, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? അപ്പൊ നമ്മളിപ്പോ ജനറൽ ആയിട്ട് എന്താണ് ഒരു ക്വാളിറ്റി, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വേർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് രോഗീ പരിചരണം അല്ലെ? ആ ഒരു രോഗീ പരിചരണത്തിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണം എന്ന് പറയും അല്ലെ. എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, when we say quality of care, we mean healthcare activities that we in the medical, nursing, laboratory field, etc. execute daily to benefit our patients without causing harm to them. ഇനി എന്താണ് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ പറയാറുണ്ട് നല്ലൊരു ക്വാളിറ്റിയിലുള്ള കെയർ ആണ് കൊടുക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ആരോഗ്യ പരിചരണ സേവനങ്ങൾ അല്ലെ, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ ആളുകൾക്ക് കൊടുക്കുക എന്നത് തന്നെയാണ് അല്ലെ. അത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൊടുക്കേണ്ടത്? മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ലബോറട്ടറി മേഖലകളിൽ നിന്നല്ല, നല്ല ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അല്ലെ, ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നത് തന്നെയാണ് നല്ലൊരു ക്വാളിറ്റി കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്? എക്സിക്യൂട്ട് ഡെയിലി, ദിവസേന കൊടുക്കണം. ആൻഡ് ടു ബെനിഫിറ്റ് അവർ പേഷ്യൻസ് വിത്തൗട്ട് കോസിങ് ഹാം ടു ദം. എന്താണ്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഇങ്ങനെയുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കണം. അത് ഡെയിലി കൊടുക്കുകയും അത് മാത്രമല്ല എന്താ, വരുന്ന ഓരോ പേഷ്യൻസിനും യാതൊരു ദോഷവും വരാത്ത രീതിയിൽ, എന്നാൽ അവർക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിലുള്ള എന്താണ് സർവീസ് കൂടിയാണ് കൊടുക്കേണ്ടത്. അതാണ് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വാട്ട് വി സേ ക്വാളിറ്റി ഓഫ് കെയർ, എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി മുതലായ മേഖലകളിൽ നിന്നുള്ള നല്ല ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതെങ്ങനെയായിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത്? ഡെയിലി, ദിവസേന അവർക്ക് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യൻസിന് യാതൊരു ദോഷവും വരാൻ പാടില്ല. മറിച്ച് അവർക്ക് എന്താണ് വരെ കിട്ടേണ്ടത് അതിൽ നിന്ന് മാക്സിമം പ്രയോജനം നേടുന്ന രീതിയിലുള്ള ഒരു കെയർ ആയിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. അതാണ് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അത് സെന്റൻസ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, next നോക്കിയേ, quality of care requires that we pay attention to the requirements of patients and client. ഇനി നമ്മളൊരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും പേ അറ്റൻഷൻ, നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് ആർക്കാണ്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയന്റുകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? അവരുടെ ആവശ്യകതകൾ, വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയന്റ്സിന്റെ ആവശ്യകതകൾ എന്താണോ അത് മനസ്സിലാക്കി അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നല്ലൊരു ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കേണ്ടത്.
നടക്കേണ്ടത്. Then we must also use methods that have been verified to be safe, affordable and can be lessen death, illness and disability. ഇനി എന്താ ഇവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ നല്ലൊരു ഗുണനിലവാരമുള്ള രോഗി പരിചരണത്തിൽ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വെരിഫൈഡ് ടു ബി സേഫർ, വളരെ സേഫ് ആയിട്ടുള്ളതും, ആൻഡ് അഫോർഡബിൾ, എന്താ വരുന്ന ഓരോ പേഷ്യൻസിനും താങ്ങാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് അവർക്ക് അഫോർഡബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്നതായിരിക്കണം, വളരെ സേഫ് ആയിട്ടുള്ളവയായിരിക്കണം. ആൻഡ് ക്യാൻ ലെസ്സൻ ഡെത്ത്, ഇൽനെസ് ആൻഡ് ഡിസബിലിറ്റി, എന്താ രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കണം അല്ലെ, മരണനിരക്ക് ഉണ്ടാകുന്നത്, മരണനിരക്ക് കുറയ്ക്കണം അല്ലെ. ഒരുപാട് ആ സർവീസുകൾ കൊണ്ട് കൊടുക്കുന്ന ആ കെയർ കൊണ്ട് രോഗികൾ എന്ത് ചെയ്യാൻ പാടില്ല? മരണത്തിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത്, മരണത്തെ കുറയ്ക്കാൻ സാധിക്കണം. രോഗങ്ങൾ പിന്നെയും വരുന്ന രോഗങ്ങൾ കുറയ്ക്കണം അല്ലെ. പിന്നെയും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്യേണ്ടത്, ആ രോഗങ്ങളെ എണ്ണം കുറയ്ക്കാൻ സാധിക്കണം. ആ ഡിസബിലിറ്റി, വൈകല്യങ്ങളെയും കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡുകളായിരിക്കണം ഈ നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയറിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം? വളരെ സേഫ് ആയിട്ടുള്ളവയായിരിക്കണം, വരുന്ന പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്നവയായിരിക്കണം, അതുപോലെ ഡെത്ത് കുറയ്ക്കുക, ഇൽനെസ് രോഗങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ഡിസബിലിറ്റി വൈകല്യങ്ങളും കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡുകളായിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ടത്. Then furthermore, we are expected to practice as stated into set standards as laid down by clinical guidelines and protocols. എന്താ ക്ലിനിക്കൽ പരമായിട്ടുള്ള ശരിയായ മാർഗനിർദ്ദേശങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പ്രകാരം സജ്ജീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളിൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അല്ലെ. നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് അല്ലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ള നിലവാരമുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ നടക്കേണ്ടതെന്ന്. Then with quality of care we do the exact things at the exact time. അതുപോലെ ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എക്സാക്ട്, കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യുക. Then we check patients promptly. അതുപോലെ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ അവർ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതെ ഉടനടി അവർക്ക് ആവശ്യമായ പരിശോധനകൾ നടത്തുക. And make the right diagnosis, ശരിയായ രോഗനിർണയം നടത്തുക. And give the appropriate treatment, അതിനനുസരിച്ച് ഉചിതമായ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സകൾ നൽകുകയും ചെയ്യുക. And with quality of care we keep on enhancing our standards of service till excellence is gotten. ഇനി നല്ലൊരു ക്വാളിറ്റി കെയർ തരുന്നു എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ സർവീസ് എപ്പോഴാണോ മികവിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എക്സലൻസിലേക്ക് എത്തുന്നത് അവിടെ വരെയും അവരുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിലവാരം എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടേയിരിക്കണം. നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ എന്നത് ഉദ്ദേശിക്കുന്നത് വളരെ മികച്ചൊരു കെയർ ആണ് അല്ലെ, നല്ല മികച്ചൊരു എന്താണ് പരിചരണമാണ്. അപ്പൊ ആ ഒരു മികവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സലൻസിലേക്ക് അവിടെ എത്തണമെങ്കിൽ അത്രയും നേരം നാളെ എന്ത് ചെയ്യണം? ആ ഒരു നിലവാരം നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളുടെ സർവീസിന്റെ നിലവാരം എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടേയിരിക്കണം. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അവിടെ നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അത് പല മേഖലകളിൽ നിന്നാവും, മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി മുതലായ മേഖലകളിൽ നിന്നുള്ള നല്ല ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. അത് ദിവസേന ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യണം? അവർക്ക് ദോഷം വരാത്ത രീതിയിൽ എന്നാൽ പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണം അത് നടപ്പിലാക്കേണ്ടത്. അതുപോലെ അവിടെ എപ്പോഴും പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയൻസിന്റെ ആവശ്യകതകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടായിരിക്കണം ഈ പറയുന്ന ഒരു ക്വാളിറ്റി ഓഫ് കെയറിൽ പരിചരണങ്ങൾ കൊടുക്കേണ്ടത്. ദെൻ അവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ എങ്ങനെയുള്ളതാണ്? വളരെ സേഫ് ആയിട്ടുള്ളവയായിരിക്കണം, അവർക്ക് വരുന്ന പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്നവയായിരിക്കണം, ഡെത്ത്, ഇൽനെസ് രോഗങ്ങള്, അതുപോലെ ഡിസബിലിറ്റി വൈകല്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പ്രകാരമുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിലവാരമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ നടക്കേണ്ടത്. അതുപോലെ
കൃത്യമായ അല്ലെ ശരിയായ സാധനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യണം. അതുപോലെ വരുന്ന പേഷ്യൻസിന് ഉടനടി പരിശോധനകൾ നടത്തണം, ശരിയായ രോഗനിർണയം നടത്തുകയും ഉചിതമായ ട്രീറ്റ്മെന്റുകൾ നൽകുകയും വേണം. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഈ പറയുന്ന ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് വളരെ എക്സലന്റ് അല്ലെങ്കിൽ മികവുള്ള ഒരു കെയർ ആണ് അല്ലെ. അപ്പൊ അതിലേക്ക് ആ ഒരു എക്സലൻസിലേക്ക് അല്ലെങ്കിൽ മികവിലേക്ക് അത് എത്തണമെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നൽകുന്ന സേവനങ്ങളുടെ നിലവാരം എപ്പോഴും എന്ത് ചെയ്യണം, ഉയർത്തിക്കൊണ്ടേയിരിക്കണം. ക്ലിയർ ആണോ? വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? ഓക്കെ ആണോ? ഓക്കെ. then next നോക്കിയേ, കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം അല്ലെ, ആരോഗ്യ സേവനത്തിന്റെ നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനത്തിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദ ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് പല ഭാഗങ്ങളുണ്ട്. then we should understand this in order to refine quality of care. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പരിചരണം അല്ലെങ്കിൽ കെയർ കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന കമ്പോണൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് മെച്ചപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന കമ്പോണൻസ് കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് പല ഘടകങ്ങളിൽ നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിൽ ഉണ്ട്. പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ചാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതെന്താണ് ഇങ്ങനെ പറയുന്ന ഈ കമ്പോണൻസ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നല്ല മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റിയിലുള്ള ഒരു കെയർ ഈ പരിചരണം ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് നോക്കിയേ താഴെ പറഞ്ഞിരിക്കുന്ന കമ്പോണൻസ്. ദീസ് പാർട്സ് ആർ ലിസ്റ്റഡ് ഇൻ ദ ബോക്സ് ബിലോ. വി ഷാൽ ലുക്ക് ബ്രീഫ്ലി അറ്റ് ഈച്ച് ഓഫ് ദ പാർട്സ്. ഓരോ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിച്ച് തന്നെ കുറച്ച് ബ്രീഫായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് അസസ്. എന്താണ് അസസ് എന്ന് പറഞ്ഞാൽ? പ്രവേശനം കേട്ടോ. അസസ് പ്രവേശനം. ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോ എന്താണ് കമ്പോണൻസും നമുക്ക് എടുത്തെടുത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് സാങ്കേതിക കഴിവ്. ഇക്വിറ്റി എന്താ? സമത്വം ഓർ നീതി. then effectiveness. എന്താ എഫക്റ്റീവ്നെസ്? ഫലപ്രാപ്തി. എഫിഷ്യൻസി കാര്യക്ഷമത. ആൻഡ് കണ്ടിന്യൂറ്റി തുടർച്ച. സേഫ്റ്റി സുരക്ഷ. ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് വ്യക്തിബന്ധങ്ങൾ. ആൻഡ് അമ്യൂണിറ്റി സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ഓക്കെ. അപ്പൊ എന്താ അസസ് എന്ന് പറയുന്നത്? പ്രവേശനം. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് സാങ്കേതിക കഴിവ്. ഇക്വിറ്റി എന്ന് പറയുന്നത് സമത്വം or നീതി. ആൻഡ് എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി. എഫിഷ്യൻസി കാര്യക്ഷമത. കണ്ടിന്യൂറ്റി തുടർച്ച. സേഫ്റ്റി സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ് വ്യക്തിബന്ധങ്ങൾ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്താ? ഫെസിലിറ്റീസ് അല്ലെ. നോക്കി ഓരോ ഭാഗമായിട്ട് നമുക്ക് നോക്കാം. പേരൊന്നും കേട്ട് കമ്പോണൻസ് ഒന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് രാവിലെ തന്നെ ഒരു ഉഷാറില്ലാതിരിക്കുന്നേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. നോക്കി ഫസ്റ്റ് വൺ അസസ് ടു സർവീസ്. എന്താ അസസ് ടു സർവീസ് എന്ന് പറഞ്ഞാല്? സർവീസിലേക്കുള്ള പ്രവേശനം അല്ലെ. ഒരു സർവീസ് നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു സർവീസ് നൽകുന്നുണ്ട്. ആ ഒരു സർവീസിലേക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക? അങ്ങനെ പ്രത്യേക മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ആണോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസ് നൽകുന്നു. ആ സർവീസ് ലഭ്യമാക്കാനായിട്ട് ആർക്കൊക്കെ ആയിരിക്കും പറ്റുക? ഇന്ന് കുറച്ച് വിഭാഗങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും അല്ലെ. ആ ഒരു സർവീസിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് ഇല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം. എവരിവൺ ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ. നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ, നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്
അല്ലെ, എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവിടെ ഇന്ന ആള് മാത്രമേ അതിലേക്ക് കയറ്റുള്ളൂ, അല്ലെ, പ്രവേശിപ്പിക്കുള്ളൂ, ആ ഒരു സർവീസ് ഇന്ന വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊന്നും പറയാറില്ല, അല്ലെ. ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ അവിടെ എല്ലാവർക്കും അതിലേക്ക് എന്താണ് പ്രവേശനമുണ്ട്. ആൻഡ് എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങള് എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ്. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ, ചോദിക്കാറുണ്ട്. എന്താണ് ഒരു എൻട്രി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവേശനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. എന്താണ് ഒരു പ്രവേശനം അല്ലെങ്കിൽ എൻട്രി എന്ന് പറഞ്ഞാല്? ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിവിനെ അല്ലെങ്കിൽ എബിലിറ്റിയെയാണ് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. Some of the factors that can affect entry. ഇനി ആ ഒരു എൻട്രിയെ അല്ലെങ്കിൽ പ്രവേശനത്തെ ബാധിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന ചില ഘടകങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആ ഒരു എൻട്രി അല്ലെങ്കിൽ അസസ് ടു സർവീസ് എന്താണെന്നുള്ളത് മനസ്സിലായോ? അസസ് ടു സർവീസ് എന്ന് പറയുന്നത് അത് എന്താണെന്ന് മനസ്സിലായോ? ഇനി പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ കേട്ടോ. അസസ് ടു സർവീസ് എന്ന് പറഞ്ഞാല് ആ സർവീസിലേക്കുള്ള പ്രവേശനമാണ്. ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസുകൾ ഒരുപാട് സർവീസ് നൽകുന്നുണ്ട്, അല്ലെ. ആ സർവീസിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സർവീസ് ലഭ്യമാകണമെങ്കിൽ അത് ഇന്ന ആൾക്ക് മാത്രമാണെന്നുള്ള റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെ. എല്ലാവർക്കും ആ ഒരു സർവീസിലേക്ക് പ്രവേശനമുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു സർവീസ് ലഭ്യമാകാനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ട്, അല്ലെ. ദെൻ എൻട്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവേശനം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഹെൽത്ത് സർവീസ് നേടിയെടുക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില ഘടകങ്ങള് ഈ പറയുന്ന എൻട്രിയെ അല്ലെങ്കിൽ പ്രവേശനത്തെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ്, ദൂരം. നോക്കിയേ, where a health facility is situated far away or it is difficult to get transport to the facility, access to quality healthcare becomes a problem. എന്താണ്? ദൂരം ഒരു പ്രശ്നമാവാറുണ്ടോ ഒരു സർവീസ് നേടാനായിട്ട്? നമ്മുടെ സ്റ്റേറ്റിലല്ല ഒരു സർവീസ് നൽകുന്നത്, ചിലപ്പോ കുറച്ച് ദൂരെയുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും നല്ലൊരു സർവീസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർവീസ് ഹോസ്പിറ്റലുകാരും കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അവിടെ വരെ ആ ഒരു ദൂരം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമല്ലേ? നമ്മൾ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലുകളിലാണ് സർവീസിന് വേണ്ടി പോവാറ്, അല്ലെ. അപ്പൊ ഒരു ദൂരം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ആ ഹെൽത്ത് ഫെസിലിറ്റി കിട്ടുന്ന അല്ലെ അല്ലെങ്കിൽ ആ ആരോഗ്യ സൗകര്യം കിട്ടുന്ന ഇടത്തേക്ക് പോവാനുള്ള ഒരു ദൂരം ചിലപ്പോ പ്രശ്നമായി വരാം, അല്ലെ. അല്ലെങ്കിലോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു എന്തെങ്കിലും ആരോഗ്യസ്ഥിതി മൂലം ചിലപ്പോ ഇവിടെ നിന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാനായിട്ട് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു ഡിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെ. അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? അക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ ബിക്കംസ് എ പ്രോബ്ലം. ആ ഒരു സർവീസ് ലഭ്യമാക്കാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം നേരിടേണ്ടി വരില്ലേ? ഒരു പ്രശ്നമാവുന്നില്ലേ? അത് ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൂരമാണ്. അപ്പൊ ഒരുപാട് ദൂരെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റി എങ്കിൽ, ആ ഫെസിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ആ ലൊക്കേഷനിൽ നിന്ന് അവിടെ വരെ പോവാനായിട്ടുള്ള ദൂരം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കാരണം ചിലപ്പോൾ ഇവിടെ നിന്ന് അത്രയും ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം, അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു സർവീസിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ സർവീസ് ലഭ്യമാകാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം വരില്ലേ? വരില്ലേ? അതാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ ആണ് ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായ കാര്യം, അല്ലെ. എന്താണ്? എക്സാമ്പിൾ, വേർ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്. അവര് നൽകുന്ന സേവനങ്ങൾക്ക് നമ്മൾ എപ്പോഴും പണം കൊടുക്കണ്ടേ? ഹോസ്പിറ്റലിൽ നമുക്ക് വെറുതെ സേവനങ്ങൾ തരുന്നുണ്ടോ? ഇല്ല, നമ്മൾ അതിന് പണം കൊടുക്കണം, അല്ലെ. ഇതുപോലെ ആ ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങൾക്ക് നൽകാനായിട്ട് ചിലപ്പോ നമ്മുടെ കയ്യിൽ ഈ പോകുന്ന പേഷ്യൻസിന്റെ കയ്യിൽ എന്ത് ഉണ്ടാവില്ല? പണമില്ലാതെ വന്നാല്, അല്ലെ. ചില സർവീസ് ഒക്കെ നമുക്ക് പുറത്തു പോയൊക്കെ ചെയ്യേണ്ട സർവീസുകൾ വരും. ചിലപ്പോ വല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആവാം, അല്ലെ. നമുക്ക് ദൂരെ പോയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നാൽ പോലും അവര് പറയുന്ന പണം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ആ സർവീസ് നേടാൻ വേണ്ടി പോയിട്ട് കാര്യമുണ്ടോ?
ഇല്ല അല്ലെ. അവര് പറയുന്ന പണം അല്ലെങ്കിൽ അവർ എന്ത് സർവീസ് ആണോ നമുക്ക് തരുന്നത് അത് നൽകുന്ന സർവീസിനുള്ള പണം നൽകാൻ നമ്മുടെ കയ്യിലില്ല എങ്കിൽ അതൊരു പ്രശ്നമാവില്ലേ? ആ സർവീസ് ലഭ്യമാക്കാൻ ഒരു പ്രശ്നമാവില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് എന്താണ്? Then third one നോക്കി, കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. എന്താ? സംസ്കാരം. Then ബിലീഫ്സ് എന്താ? വിശ്വാസം. ആൻഡ് വാല്യൂസ്, മൂല്യങ്ങള്. The service provided may not be in keeping with the culture, beliefs and values of some people. ചില ആളുകൾ, അതായത് അവർ നൽകുന്ന സർവീസ് എന്ന് പറയുന്നത് ചില ആളുകളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ചില ആളുകളുടെ വിശ്വാസത്തെ, മൂല്യത്തെയൊക്കെ എന്താണ്? അനുസൃതമായിരിക്കില്ല. അവരുടെ സംസ്കാരത്തിനും അവരുടെ വിശ്വാസത്തിനും മൂല്യത്തിനും അനുസൃതമാവാത്ത അല്ലെങ്കിൽ അനുയോജ്യമാവാത്ത ഒരു സർവീസ് ആണ് തരുന്നതെങ്കിൽ അത് ലഭ്യമാകാനായിട്ട് ആളുകൾക്ക് പ്രശ്നമുണ്ടാവില്ലേ? അല്ലെ? ചില സർവീസ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള കൾച്ചറിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അല്ലെ. കണ്ടിട്ടുണ്ടോ അത്? സംസ്കാരങ്ങൾ വ്യത്യാസം, അവരുടെ ആ ഒരു നൽകുന്ന സർവീസില് വരുന്ന ഒരു കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ, ചിലർക്ക് എന്താണ് ഇച്ചിരി പ്രായമായവരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംസ്കാരത്തിലും അവരുടെ വിശ്വാസങ്ങളിലും മൂല്യത്തിലും ഒക്കെ ഊർന്നു നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ കൂടുതലും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്? പുതിയതായിട്ട് വരുന്ന രീതിയിലുള്ള പുതിയ മെത്തേഡുകളിലുള്ള ട്രീറ്റ്മെന്റോ സർവീസുകളോ കാര്യങ്ങളോ എന്ത് ചെയ്യാം? അവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. അപ്പൊ അതും ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ലേ? ആ ഒരു സർവീസ് അല്ലെങ്കിൽ ലഭ്യമാക്കാനുള്ള പ്രോബ്ലം ആയിട്ട് വരുന്നില്ലേ? ആ മൂന്ന് ഫാക്ടേഴ്സ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അക്സസ് ടു സർവീസ്, ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് എല്ലാവർക്കും ആ സർവീസുകളിലേക്ക് പ്രവേശനമുണ്ട് അല്ലെ. ആർക്കും അങ്ങനെ ഒരു വ്യത്യാസമായിട്ട് ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവർക്കും ആ സർവീസിലേക്ക് പ്രവേശനമുണ്ട്. ഇനി എന്താണ് ഒരു എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്ന് നമ്മൾ എന്താ പറഞ്ഞത്? ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ് അല്ലെ. ഒരു ഹെൽത്ത് സർവീസ് ലഭ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സർവീസ് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സർവീസിലേക്ക് പ്രവേശിക്കാൻ, അത് ലഭ്യമാകാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് അതിനെ ബാധിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരമാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് ദൂരത്തിലാണ് ആ ഹെൽത്ത് ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ നൽകുന്ന സർവീസ് നൽകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ വരെ പോവാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നതിന് ഒരു പ്രോബ്ലം വന്നേക്കാം. രണ്ടാമതായിട്ട് സാമ്പത്തികപരമായ കാര്യമാണ് അല്ലെ. നമുക്ക് അവർ നൽകുന്ന സർവീസിന് അവർക്ക് തിരികെ നൽകാനായിട്ട് നമ്മുടെ കയ്യിൽ പണമില്ലാതെ വന്നാൽ അല്ലെ, നമുക്ക് തിരികെ നൽകാൻ നമ്മുടെ കയ്യിൽ പണമില്ല. ആ ഒരു സിറ്റുവേഷനിലും ആ ഒരു സർവീസ് ലഭിക്കാൻ നമുക്ക് പ്രശ്നം വന്നേക്കാം. മൂന്നാമതായിട്ട് കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, നമ്മുടേതായ സംസ്കാരം, നമ്മുടേതായ വിശ്വാസങ്ങള് അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് അനുസൃതമല്ലാത്ത അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഒരു സർവീസ് ആണ് അവർ നൽകുന്നതെങ്കിലോ ചില ആളുകൾക്ക് അതിലേക്ക് പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ലഭ്യമാക്കാനായിട്ട് പ്രശ്നം വന്നേക്കാം. ക്ലിയർ ആണോ? അക്സസ് ടു സർവീസ് ഓക്കെ ആണോ? മനസ്സിലായോ എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ ക്ലിയർ അല്ലേ? എന്താണ് ഒരു ക്വാളിറ്റി, എന്താണ് ജസ്റ്റ് എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ. ഒരു ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ എന്താണെന്നത് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന കമ്പോണൻസ്. ഇതിൽ ഒരുപാട് കമ്പോണൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന എല്ലാ കമ്പോണൻസും നമുക്ക് ബ്രീഫായിട്ട് തന്നെ കുറച്ച് പഠിക്കാനുണ്ട്. പ്രയാസസ് പറഞ്ഞില്ലേ, അതുപോലെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഹെഡിങ് വൈസ് ആയിട്ട് കമ്പോണന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് 2-3 പേജ് അത് തന്നെയുണ്ട്. ഒരു 9 കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ആ ഒരു 9 എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ആ ഒരു കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് അതിന്റെ പേരുകൾ പഠിച്ചു വെക്കുക, അത് മറന്നു പോകരുത്. ആ കമ്പോണൻസ് ഏതൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കമ്പോണൻസ്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാന്ന് ചോദിക്കുമ്പോൾ ആ 9 എണ്ണത്തിന്റെയും പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആ ഒരു പേര് ചിലപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിപ്പോവാം. ആ ഒരു 9 കമ്പോണൻസ് ഏതാന്ന് ഓർത്ത് വെക്കുക. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് വെച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചൂടെ? ഇപ്പൊ അസിസ്റ്റ് ടു സർവീസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റില്ലേ? എന്താണ് ഇതിന്റെ ഫാക്ടേഴ്സ് വരുന്നതെന്ന്, ആ 3 ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റില്ലേ?
ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.